തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് 6ാം ഘട്ട അംഗസമാശ്വാസ ഫണ്ട് വിതരണം നടത്തി. കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം 762ന്റെ 6ാം ഘട്ട അംഗസമാശ്വാസ ഫണ്ട് വിതരണം കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഈ ചികിത്സാ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർഷങ്ങളിൽ കൊടുക്കുന്ന ധനസഹായങ്ങൾ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് ഈ ഭരണസമിതി ഏറ്റെടുത്തു. ഞങ്ങൾ ഈ ഭരണസമിതി ഏറ്റെടുത്ത് 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ബന്ധപ്പെട്ട ഓഫീസിൽ കയറിയിറങ്ങി പെൻഡിംഗ് ഉണ്ടായിരുന്ന മുഴുവൻ അപേക്ഷകളും പരിശോധിച്ച് അതിന് നടപടി ഉണ്ടാക്കാൻ ശ്രീ നെൽസൺ കൊച്ചേരിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ 6ാം ഘട്ടമായിട്ട് ഏകദേശം 14 ലക്ഷത്തിൽ പരം രൂപയുടെ ധനസഹായം കുമ്പളങ്ങിയിലെ നമ്മുടെ സഹകാരികൾക്ക് വിതരണം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഇവിടുത്തെ വിദ്യാലയങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, മറ്റ് എല്ലാ മേഖലയിലും സാമൂഹിക രംഗത്ത് തന്നെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക്. ഈ കൊച്ചി മേഖലയിൽ പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ തന്നെ എടുത്തു പറയുന്ന ഒരു ബാങ്കായിട്ട് 100 കോടിയിൽ അധികം രൂപ നിക്ഷേപമുള്ള ഒരു ബാങ്ക് എന്ന നിലയിൽ എറണാകുളം ജില്ലയിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഒരു ബാങ്കാണ് നമ്മുടെ കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക്. ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 2013 മുതലാണ് സഹകരണ മേഖലയിലെ മെമ്പർ റിലീഫ് ഫണ്ട് എന്ന പേരിൽ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള സഹകാരികൾക്ക് വേണ്ടിയുള്ള ഈ പദ്ധതി ആരംഭിച്ചത്. 2013 മുതൽ ഇന്ന് ഈ 2026 വരെ വരുമ്പോൾ കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിൽ ഇത് 6ാം ഘട്ടമായിട്ടാണ് ഇന്നത്തെ ചടങ്ങ് കൊടുക്കുന്നത്. ഇന്ന് 9 പേർക്ക് ഈ ധനസഹായം നമുക്ക് പാസ്സായി വന്നിട്ടുണ്ട്. ഗുരുതരമായ ക്യാൻസർ, അതുപോലെ കിഡ്നി അസുഖം വന്ന് ഡയാലിസിസ് ചെയ്യുന്നവര്, അല്ല ഹാർട്ട് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുള്ള അത്തരം രോഗികൾക്കാണ് ഇത് കൂടുതൽ പാസ്സായി വരുന്നത്. അവരുടെ ചികിത്സാ റിപ്പോർട്ടുകളും ബാങ്കിലെ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ബാങ്ക് ബോർഡ് തീരുമാനമെടുത്ത് ഗവൺമെന്റിലേക്ക് അടക്കുന്ന മുടക്കാണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ ഫണ്ട് പാസ്സായി വരും. കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചുള്ള അഭിമാനത്തോടെ 15 ലക്ഷത്തിലേറെ രൂപ ഇന്നത്തെ ഉൾപ്പെടെ വരുമ്പോൾ ഈ 6 ഘട്ടങ്ങളായി നമുക്ക് വിവിധ ഏകദേശം 80ഓളം സഹകാരികൾക്ക് മെമ്പർമാർക്കായി 15 ലക്ഷത്തിലേറെ തുക നമുക്ക് ചികിത്സാ സഹായമായി നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഉഷ പ്രദീപ് സ്വാഗതവും ഫണ്ട് അംഗങ്ങളുള്ള സമാശ്വാസ ഫണ്ടിന്റെ വിതരണം നടത്തും. 6ാമത്തെ ഘട്ടമാണ് ഇന്നത്തെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അംഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അവർക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഫണ്ട് സർക്കാരിൽ നിന്നും ബാങ്ക് അംഗങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സെക്രട്ടറി മരിയ ലിജി കെ നന്ദിയും രേഖപ്പെടുത്തി. 6 രൂപ നമ്മൾ ഇതുവരെ അടച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് 17,75,000 രൂപ ഇപ്പൊ വരെ നമുക്ക് അനുവദിച്ച് കിട്ടി. അതാണ് നമ്മൾ ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും രോഗത്തിന്റെ ഗുരുതര അവസ്ഥ അനുസരിച്ച് 15,000, 10,000, 25,000 രൂപ വരെയാണ് നമുക്ക് കിട്ടുന്നതാണ് ആൾക്കാർക്ക് തരുന്നത്. ഒത്തിരി പേര് ഇത് അറിയാനുണ്ട്. ഇപ്പൊ വരെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കിട്ടിയാലും അധികരിച്ച് നമ്മൾ 5,19,734 രൂപ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ CC ചന്ദ്രൻ 2013 ആരംഭിച്ച് 13 വർഷങ്ങൾക്ക് ശേഷം 2026 എത്തുമ്പോൾ ഇവിടെ നടക്കുന്ന 2ാമത്തെ അംഗസമാശ്വാസ ഫണ്ട് വിതരണം ചെയ്യുവാനുള്ള അർഹത ഈ കമ്മിറ്റി നേടിയെടുത്തു എന്ന് പറയുന്നത് ലാഭവിഹിതത്തിൽ നിന്നാണ്
നിങ്ങൾ നൽകുന്ന സംഭാവനകളും സേവനങ്ങളുടെയും ലാഭവിഹിതത്തിൽ നിന്നാണ് ഇത്തരം സഹായ സഹകരണങ്ങൾ ബഹുമാന്യരായ അംഗങ്ങൾക്ക് രോഗം ബാധിച്ച അംഗങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. ഏതാണ്ട് 1,77,000 ചില്ലുവാനം രൂപയാണ് ഇന്നത്തെ ഈ സമാശ്വാസ ഫണ്ടിലൂടെ വിതരണം ചെയ്യുന്നത്. അതിന് രോഗത്തിന്റെ ഗൗരവമനുസരിച്ച് ആഴമനുസരിച്ച് ആ തുക വ്യത്യസ്തമാണ്. അപ്പം അത്തരത്തിലുള്ള ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. KV ആന്റണി, CJ ജോസഫ്, ജോണി കുന്നുംപുറം, റോജൻ വരേക്കാട്ട്, ജെയ്സൺ കൊച്ചുപറമ്പിൽ, ജ്യോതി പോൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് മെമ്പർ റിലീഫ് ഫണ്ട് 6ാം ഘട്ടത്തിൽ 9 പേർക്കായി 1,85,000 രൂപ ഉൾപ്പെടെ ആകെ 80 പേർക്കായി 17,75,000 രൂപ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.